ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഒരു വലിയ ബിഗ് സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. പറഞ്ഞ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് വളരെയധികം വിഷമമുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, ഫോൺ ചെറിയ പണി തന്നു. ഈ വീഡിയോ തന്നെ 2-3 പ്രാവശ്യം ഞാൻ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആവുക ഉണ്ടായത്. സോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ചധികം ലേറ്റായത്. സോറി. ഏതായാലും നമുക്കിന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന സബ്ജക്റ്റാണ് പറയാൻ പോകുന്നത്. MG യൂണിവേഴ്സിറ്റീൻ്റെ 5th സെമസ്റ്ററിലുള്ള ഒരു പ്രോബ്ലം പേപ്പറാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇതൊരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് നമുക്കിതിൽ സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു പേപ്പറിൽ നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് നമ്മളൊരു ഷോർട്ടായിട്ട് ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് മൊഡ്യൂൾ മൊത്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് 8 ക്വസ്റ്റ്യൻസ് വരെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നതായിരിക്കും. അതിൽ 3 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെയും അതേപോലെ 4 ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെയും 1 ക്വസ്റ്റ്യൻ 50 മാർക്കിൻ്റെയും ഉണ്ടാവും. അപ്പം ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ 8 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പറയാം. അതായത് ഫസ്റ്റ് നമ്മൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ മുമ്പേ ഉള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യമാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആൻഡ് സെക്കൻഡ് നമ്മൾ 5 ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. വേരിയബിൾ സെപ്പറബിൾ, ലീനിയർ ഇക്വേഷൻ, ബെർണോളി ഇക്വേഷൻ, എക്സാക്റ്റ് ഇക്വേഷൻ, ഹോമോജീനിയസ് ഇക്വേഷൻ, ഇങ്ങനെ 5 ടൈപ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ഇത് നമ്മളെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് 3 ഡെഫിനിഷൻസ് ഉണ്ട്. ഓർത്തോഗണൽ, ട്രജക്ടറീസ്, സ്പെഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഓർഡർ റെഡ്യൂസ്. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ആയാൽ ടോട്ടൽ 5 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷനും പിന്നെ എക്സ്ട്രാ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്താൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പം ആ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയർ ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യില്ലേ. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയണമെന്നില്ല. കാരണം നിങ്ങൾ ഏകദേശം ഇപ്പോൾ മൊത്തമായിട്ട് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ് എന്ന ഐഡിയ, ബേസിക് ഐഡിയകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ ദാറ്റ് y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e⁻²x is a solution of the differential equation y double dash minus 5y dash plus 6y is equal to 0. എന്താണ് ക്വസ്റ്റ്യൻ? y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് 6y ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നോ y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e⁻²x എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ആൻസർ അതിലും വളരെ സിമ്പിളാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഇക്വേഷനിലുള്ള ഓരോ ഐറ്റംസും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം, y ഡാഷ് കണ്ടുപിടിക്കണം, y എന്നുള്ളത് നമുക്ക് തന്നും ചെയ്തിട്ടുണ്ട്. എന്താണ് y എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത്? e⁻²x. അങ്ങനെയാണെങ്കിൽ y ഡാഷ് എന്താണ്? ഈ yനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ 2e⁻²x ആണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ 4e⁻²x എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ y ഡാഷ് നമ്മളെ കയ്യിലുണ്ട്, y ഡബിൾ ഡാഷ് നമ്മളെ കയ്യിലുണ്ട്, അതേപോലെ y ഉണ്ട്. അത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ എന്താണ്? y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് 6y ഇസ് ഈക്വൽ ടു 0. ഇതിൽ y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4e⁻²x മൈനസ് 5 ഇൻറ്റു 2e⁻²x പ്ലസ് 6 e⁻²x ഇസ് ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്ത് നോക്കാം. 4e⁻²x മൈനസ് 5 ഇൻറ്റു 2 10e⁻²x പ്ലസ്
6e⁻²x വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. 10ഉം 4 + 6 പറയുന്നത് 10 ആവും. സോ 10e⁻²x മൈനസ് 10e⁻²x എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ LHS is equal to RHS ആണ്. Therefore y of x is equal to e⁻² x is a solution of the differential equation y double dash minus 5y dash plus 6y is equal to 0. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് വെരിഫൈ ചെയ്യാൻ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തരികയാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരികയാണ്, അതിൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഓരോ ടൈപ്പിൽ ഓരോ ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കുന്നത് മസ്റ്റായിരിക്കണം. ഓക്കെ, അപ്പോൾ വെരിഫൈ ക്വസ്റ്റ്യൻസ് തന്നാൽ നിങ്ങൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സെപ്പറബിൾ ഇക്വേഷൻ എന്നാണ്. ഈ പേരിൽ തന്നെ ഉണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എക്സും വൈ ഉണ്ടെങ്കിൽ എക്സിൻ്റെ ടേംസിനെ എല്ലാം ഒരു സൈഡിലും വൈൻ്റെ ടേംസിനെ എല്ലാം മറ്റേ സൈഡിലും വെക്കാം, ഏതിൻ്റെ ഈക്വൽ ടുവിൻ്റെ. എന്നിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അതിനെയാണ് സെപ്പറബിൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ബേസിക് ഐഡിയ ആണ് ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള ബേസിക് ഐഡിയ ആണ്. നമ്മൾ വേറെ ഏതെങ്കിലും പ്രോബ്ലത്തിലും നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പം എന്താണ് കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സോൾവ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് ഈസ് ഈക്വൽ ടു 2xy. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തരികയാണെങ്കിൽ അതിൽ എക്സ് ടേംസിനെയും വൈ ടേംസിനെയും നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് സെപ്പറബിൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വൈ ഡാഷിനെ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. വൈ ഡാഷിനെ dy/dx എന്ന് കൊടുക്കാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2xy എന്ന് വരും. ഓക്കെ, ഇവിടെ എക്സ് ടേംസ് ഏതൊക്കെയാണ്, dx എന്നുള്ള എക്സ് ടേം ആണ്, അതേപോലെ എക്സ് എന്നുള്ളതും എക്സിൻ്റെ ടേംസ് ആണ്. അത് നമുക്കൊരു ഭാഗത്തേക്ക് ആക്കാം. അതേപോലെ ഇവിടെ വൈ ടേംസ് എന്ന് പറയുന്നത് dy എന്നുള്ളൊരു വൈ ടേം ഉണ്ട്, അതേപോലെ വൈ എന്നുള്ളൊരു ടേമും ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഒരേ സൈഡിലേക്ക് ആക്കാം. സോ വൈനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അതേപോലെ dxനെ ഇങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, dy/y ഈസ് ഈക്വൽ ടു 2x dx എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം എക്സ് ടേമുകളൊക്കെ ഒരു ഭാഗത്തും വൈ ടേമുകളൊക്കെ ഒരു ഭാഗത്തുമായി കിട്ടി. ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേഷൻ കൊടുക്കാം. ഇൻ്റഗ്രേറ്റ് dy/y ഈസ് ഈക്വൽ ടു എന്താണ്, ലോഗ് y. അതായത് 1/y ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് y എന്ന് കിട്ടും. ഈക്വൽ ടു dxൽ എന്ത് ചെയ്യാം, 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 2 × x² എന്ന് കിട്ടും. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ x² എന്ന് മാത്രമാവും, പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ലോഗിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുക്കും. സോ എക്സ്പൊണൻഷ്യൽ ലോഗ് y എന്ന് പറഞ്ഞാൽ y ആവും. അതേപോലെ ഇപ്പുറത്തും എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പം എക്സ്പൊണൻഷ്യൽ e⁻x² പ്ലസ് c എന്നായിരിക്കും കിട്ടുക. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇത് നമുക്കിങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, e⁻c എന്ന് കൊടുക്കാം, വിച്ച് ഇംപ്ലൈസ് എന്താവും, e⁻x² × e⁻c എന്ന് വരും. അപ്പോൾ നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, y ഈസ് ഈക്വൽ ടു e⁻x² × e എന്നാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സെപ്പറബിൾ ഇക്വേഷൻ എന്നുള്ള മെത്തേഡാണ്. അവിടെ നമുക്ക് എക്സിൻ്റെ ടേംസ് ഒരു ഭാഗത്തേക്കും വൈൻ്റെ ടേംസ് മറ്റൊരു ഭാഗത്തേക്കും നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ടൈപ്പ്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കാം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ തന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചാൽ dy/dx, അതായത് y ഡാഷ് പ്ലസ് p(x) y. ഇത് p(x) എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു f(x).
ഇത്തരത്തിലുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഈ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തു വെക്കുക കേട്ടോ. അതായത് വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് സം ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു സം എന്ന് വരികയാണെങ്കിൽ, എഫ് ഓഫ് എക്സ് എന്നുള്ള സംഭവം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഇതിങ്ങനെ സോൾവ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് തന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിൽ പി ഓഫ് എക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഇവിടെ വൈൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, വൈൻ്റെ ഒപ്പമുള്ള ആളായിരിക്കും പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ടാസ്ക്. അത് തെറ്റാതെ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് പി ഓഫ് എക്സ് അറിയെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് പറഞ്ഞാൽ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പി ഓഫ് എക്സ് എന്നുള്ള ടേം കണ്ടുപിടിക്കുക. അതെങ്ങനെയായിരിക്കും? വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ആ പി ഓഫ് എക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. അതായത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. പി ഓഫ് എക്സ് എന്നുള്ളത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാണ്. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലൂടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ എത്രയാണോ കിട്ടിയത് അതിവിടെ കൊടുക്കുക, ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി. ഈ എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ ഇവിടെ ഉള്ള, ആ എഫ് ഓഫ് എക്സിനും എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഫസ്റ്റ് വൈന് എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് പിന്നെ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ എഫ് ഓഫ് എക്സും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സംഭവം ഒന്നാമത് ഏറെക്കുറെ മനസ്സിലായല്ലോ. ഇനി ഒരു പ്രോബ്ലം വെച്ച് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. പ്രോബ്ലം എക്സാമ്പിൾ പറയുന്നത് ഇതാണ്. സോൾവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2xy ഇസ് ഈക്വൽ ടു എക്സ്. ഇങ്ങനെ വൈ ഡാഷ് പ്ലസ് സം ഫംഗ്ഷൻ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ എന്നുള്ള മെത്തേഡിൽ വരുമ്പോഴാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ഈ ടേം നമ്മൾ യൂസ് ചെയ്യുക സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ സ്ട്രക്ചറിൽ വരുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇന്ന് നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയാം. 3 ടാസ്ക്കാണ് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ പി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് പി ഓഫ് എക്സ്. ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2x ആണ്. സോ നമ്മൾ ഇവിടുത്തെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് പി ഓഫ് എക്സ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? പി ഓഫ് എക്സ് കിട്ടിയാൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x dx എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പം ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്നുള്ളതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ സെക്കൻഡ് ടാസ്കും കംപ്ലീറ്റ് ചെയ്തു. ഇനി സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യും? വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ് മെത്തേഡ്. ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് സ്ക്വയർ ആണ്. സോ നമ്മൾ വൈ ഇൻറ്റു അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ റേസ് ടു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്?
ഇവിടെയുള്ള ടേമാണ്, അതായത് എക്സ് ആണ്. എക്സ് പ്ലസ് ഇവിടെ ഒരു ഡി എക്സ് ഉണ്ടാവും, ഡി എക്സ് പ്ലസ് സി എന്ന് വരും. ഇവിടെ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. ഡി എക്സ് ഇൻ്റഗ്രൽ ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും. അപ്പം ആൻസർ എങ്ങനെ ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യേണ്ടി വരും. ഈ എക്സ് സ്ക്വയറിന് ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്കറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എക്സ് സ്ക്വയറിനെ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പുട്ട് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു യു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2x dx ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഡി യു ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡി എക്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി എക്സിനല്ല, എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി യു ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. എന്താണ്? y e റേസ് ടു 2x ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഇ റേസ് ടു യു, പിന്നെ എക്സ് ഡി എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡി യു ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഇവിടെ 1/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തെടുക്കാം. ആൻഡ് ഡി യുവിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഡി യു തന്നെ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടാം y e റേസ് ടു 2x ഇസ് ഈക്വൽ ടു ഹാഫ് ഇ റേസ് ടു യു പ്ലസ് സി എന്നാണ് കിട്ടുക. യു എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്, അത് നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y ഇസ് ഇ റേസ് ടു 2x ഇസ് ഈക്വൽ ടു ഹാഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറയും. ഇതാണ് നമ്മളെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സംഭവം സിമ്പിൾ അല്ലേ? 3 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിളാണ്. നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് പി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അതെന്താണ്? വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പം സെക്കൻഡ് ടൈപ്പ് ക്ലിയർ ആയല്ലോ. അപ്പം നിങ്ങളിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈൻ്റെ ടേംസിനെയും എക്സിൻ്റെ ടേംസിനെയും ഒരേ സൈഡിലേക്ക് തിരിക്കാൻ പറ്റുമോ നോക്കുക, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. സോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സെപ്പറബിൾ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ ചെക്ക് ചെയ്യുക. അതെങ്ങനെ ചെക്ക് ചെയ്യും? y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണോ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? 3 സ്റ്റെപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്യും. അതിൽ പി ഓഫ് എക്സിനെ ഫൈൻഡ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് നമ്മൾ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ചെയ്യും. ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇൻ്റഗ്രൽ ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യും. അതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം 2 ടൈപ്സ് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് തേർഡ് ടൈപ്പ് എന്താണെന്ന് നോക്കാം. ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ചെറിയൊരു ഡിഫറൻസ് വന്നാൽ അത് ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവും. എന്താണ് ആ ഡിഫറൻസ് എന്ന് നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. ഇതുവരെ എന്താണ്? നമ്മളെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെയിം ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അവിടെ എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് വരും. പക്ഷേ ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എൻ, ഒരു വൈൻ്റെ ടേം അവിടെ ഉണ്ടാവും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ ടേം, എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? ഒരു വൈൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ വൈയും കൂടെ ഈ ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഇക്വേഷനെയാണ് നമ്മൾ ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്തരത്തിലുള്ള ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. പക്ഷേ ഈ ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റണം. അതായത് ഈ y റേസ് ടു എന്നിനെ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. സംഭവം ടെക്സ്റ്റിൽ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ബിൽഡപ്പ് കളയുന്നില്ല, അതെന്നെ പറയാം. ഇഫ് n ഈസ് നോട്ട് ഈക്വൽ ടു 0 and 1
The Bernoulli differential equation is reduced as linear differential equation substituting v is equal to y raised to 1 minus n. And if n equal to 0 and 1, then directly എന്താവും Bernoulli differential equation is reduced as linear differential equation. സംഭവം ഒന്നുമില്ല, നമ്മൾ y എന്നുള്ള ടേമിന് ഇവിടെ എത്രയാണോ വൈൻ്റെ പവർ വന്നിട്ടുള്ളത് അത് 1 എന്ന് മൈനസ് ചെയ്തിട്ട് നമ്മൾ v എന്നുള്ള ഒരു സംഭവമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം. സംഭവം കേട്ടിട്ട് നെട്ടിത്തരിച്ച് നിന്നുകൊണ്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല എന്ന് പറഞ്ഞ് പഠിക്കാതെ പോകരുത്. സംഭവം സിമ്പിളാണ്. എങ്ങനെയാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടൈപ്പ് എന്നും ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടൈപ്പ് എന്നും മനസ്സിലായല്ലോ. ഒന്നുമില്ല, അതിലിവിടെ y റേസ് ടു n എന്നുള്ള എക്സ്ട്രാ വന്നാൽ അത് ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒന്ന് പഠിച്ചാൽ മറ്റൊന്ന് കിട്ടി അവിടെ തന്നെ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്നും കൂടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇതാണ് സോൾവ് dy/dx പ്ലസ് 1/xy ഇസ് ഈക്വൽ ടു 3y റേസ് ടു 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവം x³ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ നമ്മളെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. പക്ഷേ ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വൈൻ്റെ ടേംസ് വന്നാൽ അത് ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷനായി അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ആവുമെന്ന് മാത്രം. പിന്നെ നമുക്കത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ അറിയാലോ, 3 സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയും. അത് അതേപോലെ നമ്മൾ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷനെ എങ്ങനെ നമ്മൾ മാറ്റുമെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വൈൻ്റെ പവർ എത്രയാണെന്ന് നോക്കുക. y³ എന്നാണ്. അതായത് ഇവിടെ n ഈക്വൽ ടു 3 ആണ്. സോ നമ്മൾ n ഈക്വൽ ടു 3 ആണല്ലോ. സോ നമ്മൾ പറഞ്ഞിരുന്നു വിനെ നമ്മൾ എന്തായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y റേസ് ടു എത്രയാണോ പവർ അത് നമ്മൾ 1 എന്ന് മൈനസ് ചെയ്യുക. സോ വിനെ നമുക്ക് y റേസ് ടു -2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y റേസ് ടു -2 ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, v എന്നുള്ളതാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. അതായത് dv/dx ഇസ് ഈക്വൽ ടു എന്താണ്, d ഇവിടെ ഉള്ളത് y റേസ് ടു -2 ആണ്. വിത്ത് റെസ്പെക്ട് ടു dx തന്നെ ഇതും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതായത് dv/dx എന്ന് പറയുന്നത് എന്താവും, വിച്ച് ഇസ് ഈക്വൽ ടു -2y റേസ് ടു -3 dy/dx എന്ന് കിട്ടും. ഐഡിയ മനസ്സിലായോ? ഒന്നുമില്ല, ഇവിടെ വൈൻ്റെ പവർ എന്താണോ തന്നിട്ടുള്ളത് അത് 1 നിന്ന് മൈനസ് ചെയ്തിട്ട് ആ സംഭവം വൈന് പവറായിട്ട് കൊടുക്കുക. അതാണ് നമ്മൾ v ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, dv/dx ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു y റേസ് ടു -3 dy/dx എന്ന് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിന്ന് dy/dx ഫൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. dy/dxന് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിലേക്ക് ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എത്ര കിട്ടും, -1 ഡിവൈഡഡ് ബൈ 2 e റേസ് ടു -3 ഇൻറ്റു dv/dx എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതൊന്നും കൂടെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് കുറച്ച് വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ y³ അതായത് y റേസ് ടു -3 എന്ന് പറയുന്നത് ആ മുകൾക്ക് വരുമ്പം y³ ആവും, ഡിവൈഡഡ് ബൈ 2 dv/dx എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. എന്തിനാ നമ്മൾ ഇത്രയും ചെയ്തതെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി നമ്മൾ പറയാൻ പോവുകയാണ്. ഒന്നുമില്ല, ഇപ്പം നമ്മൾ v ഈസ് ഈക്വൽ ടു y റേസ് ടു -2 എന്ന് കൊടുത്തിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് dx എന്നുള്ള ടേമിന് ഒരു വിയിലുള്ള എന്ത് ചെയ്തു, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഫൈൻഡ് ചെയ്തു. നമ്മളെ ഉദ്ദേശം എന്താണ്, ഈ y³ എന്നുള്ള സംഭവം ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ y³ പകരം അത് 1 നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള പവർ കൊടുത്തിട്ട് എന്ത് ചെയ്തു, v എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് dy/dx എന്നുള്ളത് അതിൽ നിന്ന് ഫൈൻഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ തൽക്കാലം ഇവിടെ നമുക്ക് ഒഴിവാക്കാം.
ഇനി ആ വൈ ക്യൂബ് എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കോളി. ഈ വൈ ക്യൂബിനെ നമ്മൾ ഈ മൊത്തത്തിലുള്ള ഇക്വേഷനെ കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഡിവൈഡ് ചെയ്താൽ 1/y³ dy/dx എന്ന് വരും. ഓക്കെ, പ്ലസ് ഇവിടെ എന്ത് വരും? 1/ ഇവിടെ ഒരു വൈ ക്യൂബും പിന്നെ ഈ ഒരു വൈയും വരും. ഇവിടെ ഒരു വൈ ക്യൂബും ഈ ഒരു വൈയും വരും. അതിലൊരു ക്യൂബ് പോയാൽ ഇവിടെ y² എന്ന് വരുള്ളൂ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ വൈ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 3 എന്ന് വരും. ഓക്കെ ആണല്ലോ? വൈ ക്യൂബ് പോയല്ലോ ഇവിടുന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ dy/dx എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഇവിടെ dy/dxന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? 1/y³ ഇവിടെ ഉണ്ട്. ഇവിടെ dy/dxന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇൻറ്റു -y³ ഡിവൈഡഡ് ബൈ 2 dv/dx പ്ലസ് ഇത് നമുക്ക് 1/x ഈ y² മുകൾക്ക് കൊണ്ടായാൽ y⁻² എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഏതെങ്കിലും തരത്തിൽ ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഇവിടെ ഈ dy/dxന് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുള്ള സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ ഈ y² നമുക്ക് y⁻² എന്നാക്കി മുകളിൽ എഴുതി. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിവിടെ ഈ y³ ഈ y³ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. സോ ബാക്കിയുള്ളത് ഇവിടെ 1/-1/2 dv/dx പ്ലസ് 1/x ഈ y⁻² എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്? v is equal to y⁻² ആയിരുന്നു. സോ ഈ y⁻²ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? v എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു dy/dx എന്നുള്ള ഫോമിലാണ് ഉള്ളത്. അപ്പോൾ dy/dx പ്ലസ് സം ഇൻറ്റു ആ y ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? ഒരു ഫംഗ്ഷൻ എന്നുള്ള സംഭവം കിട്ടി. അപ്പോൾ ഇവിടെ ഒരാൾ വരരുത്. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? -2 കൊണ്ട് എല്ലാം ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ -1/2 ഇവിടെ റിമൂവ് ആയി കിട്ടും. അതായത് ഇവിടെ ഈ മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. 2/2 എന്ന് പറയുമ്പോൾ 1 ആവും, വിച്ച് ഇസ് ഈക്വൽ ടു dv/dx എന്ന് മാത്രമായി വരും. പ്ലസ് ഇവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2/x v എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ എന്താ? ഇതൊക്കെ നമുക്കൊന്ന് മായ്ച്ചിട്ട് എഴുതാം. ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. dv/dx പ്ലസ് -2x v ഇസ് ഈക്വൽ ടു -6. ഈ കിട്ടിയ ഇക്വേഷൻ എന്താ പ്രത്യേകത? ഇത് നോക്കി, സം dy/dx പ്ലസ് p(x) ഇൻറ്റു y ഇസ് ഈക്വൽ ടു f(x) എന്നുള്ള ഫോമിലാണോ ഇത് കിടക്കണേ? നോക്കി, y എന്നുള്ള അവിടെ v ആണ്, dv/dx എന്നുള്ള അവിടെ dy/dx എന്നാണ്. അതേപോലെ അവിടെ yക്ക് പകരം v ആണ്, ആൻഡ് p(x)ൻ്റെ അവിടെ -2/x ആണ്, f(x)ൻ്റെ അവിടെ -6 ഓക്കെ ആണോ? അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം എന്തായി? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. എന്തിനെ? ബെർണോളെ ഡിഫറൻഷ്യൽ ഇക്വേഷന്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ p(x) എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് p(x)നെ കണ്ടുപിടിക്കുക എന്നാണ്. p(x) എന്ന് പറയുന്നത് എന്താണ്? -2/x എന്നുള്ളതാണ്. ഇനി ഇതിനെന്ത് ചെയ്യും? അതേപോലെ ഇവിടെ f(x) എന്ന് പറയുന്നത് എന്താണ്? f(x) എന്ന് പറയുന്നത് -6 ആണ്. നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കാണും? e⁻ഇന്റഗ്രൽ p(x) ഇൻറ്റു dx എന്ന് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണും. നെക്സ്റ്റ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു y ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു f(x) dx പ്ലസ് c എന്നുള്ളതാണ് നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? v എന്നുള്ളതിനെ നമ്മൾ v എന്നുള്ളത്
y/x എന്ന് പുട്ട് ചെയ്ത് കൊടുക്കണം. അത് മറക്കരുത്. ആ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വി എന്നുള്ളത് നമ്മളെ ആൻസർ എന്ന് പറയുന്നത് എക്സിലും വൈയിലും ആയിരിക്കണം. വി എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സംഭവമാണ്. അത് റിമൂവ് ചെയ്തിട്ട് വിക്ക് പകരം നമ്മൾ y/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ആണോ? അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷനെയും സോൾവ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇപ്പം നമ്മൾ ടോട്ടൽ 3 ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചു. ഫസ്റ്റ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത രീതിയിൽ തന്നെ സോൾവ് ചെയ്യുന്നു. ഇനി ഫോർത്തും ഫിഫ്ത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഫോർത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയയിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഓഫ് എക്സ് വൈ ആൻഡ് ux plus b of x y uy is equal to c of x y u ടൈപ്പിലാണെങ്കിൽ, ഇത് കണ്ട് പേടിക്കണ്ട, നമ്മൾ സിമ്പിളായിട്ട് പറയുന്നതായിരിക്കും. ടൈപ്പിലാണെങ്കിൽ ഇവിടെയുള്ള ഡി എക്സിൻ്റെ കൂടെയുള്ള ആൾ, ഇവിടെ ഒരു ഡി എക്സ് ആണ് അല്ലെങ്കിൽ എന്തോ സംതിങ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ള ആളാണ് എം എന്ന് പറയുന്നതും, അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള ആളെന്ന് പറയുന്നത് എന്നും ആയിരിക്കും. അതായത് നമ്മളെ ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ എപ്പോഴാണ് എക്സാക്റ്റ് ആവുക എന്ന് വെച്ചാൽ സം ഇക്വേഷൻ എം ഓഫ് ഡി എക്സ് പ്ലസ്, ഒന്ന് കളർ മാറ്റാം, എം ഓഫ് ഡി എക്സ് പ്ലസ് എൻ ഓഫ് ഡി വൈ എന്നുള്ള ഫോമിലുള്ള ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ വരുന്ന ഇക്വേഷൻ എപ്പോഴാണ് എക്സാക്റ്റ് ആവുക എന്ന് വെച്ചാൽ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ആകുമ്പോഴാണ് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവുക എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ സം എം ഇൻറ്റു ഡി എക്സ് പ്ലസ് സം എൻ ഇൻറ്റു ഡി വൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡി എക്സിൻ്റെ കൂടെ ഉള്ള ആരാണോ അതാണ് എം എന്ന് പറയുന്നത്, അതേപോലെ ഡി വൈൻ്റെ കൂടെ ഉള്ളത് ആരാണോ അതാണ് എൻ. അങ്ങനെയാണെങ്കിൽ ഡി എക്സിൻ്റെ കൂടെ ഉള്ള ആൾ നമ്മൾ എന്തുകൊണ്ടാണ് ഡോ ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഡോ വൈ വെച്ചിട്ടാണ്. അതേപോലെ വൈൻ്റെ കൂടെ ഉള്ള ആളെ നമ്മൾ എക്സ് വെച്ചിട്ട്, ഇവിടെ ഒരു ഡോ ഉണ്ട്, ഡോ എക്സ് വെച്ചിട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് എം വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് പ്ലസ് ഇവിടെ നമ്മൾ വൈ എന്നുള്ളതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് എൻ വിത്ത് റെസ്പെക്റ്റ് ടു വൈ. ഇവിടെ നമ്മൾ ടേംസ് വിച്ച് do not containing x. അതായത് ഇതിൽ നമ്മൾ n എടുക്കുമ്പം എക്സിൻ്റെ ടേംസ് ഇല്ലാത്ത വൈകളെ മാത്രം നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ഇങ്ങനെ ഡെഫിനേഷൻസ് വാരി വലിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് എക്സാക്റ്റ് എന്നുള്ള ഐഡിയ. എക്സാക്റ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ പ്ലസ് 2xy ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത്തരത്തിൽ ഡി വൈ ഇൻറ്റു സംതിങ് അതേപോലെ ഡി എക്സ് ഇൻറ്റു സംതിങ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരുമ്പോൾ
ഡി എക്സിൻ്റെ കൂടെയുള്ള ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? എം ആണ്. അതേപോലെ ഡി വൈൻ്റെ കൂടെ ഉള്ളത് ആരാണ്? എൻ ആണ്. ഒരിക്കലും ഫസ്റ്റ് എം ആണ്, സെക്കൻഡ് എൻ ആണെന്ന് ഓർത്ത് വെക്കരുത്. ഡി എക്സിൻ്റെ കൂടെ ആരാണോ അതാണ് എം, ഡി വൈൻ്റെ കൂടെ ആരാണോ അതാണ് എൻ. സോ വേർ എം ഈസ് ഈക്വൽ ടു ആരാണ്? എം എന്ന് പറയുന്നത് 2xy ആണ്. ഓക്കെ ആണല്ലോ. എൻ എന്ന് പറയുന്നത് x² + y എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യുന്ന എന്താണ്? ഡോ എം ബൈ ഡോ എൻ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഈ 2x വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2x എന്നാണ് കിട്ടുക. ഓക്കെ, ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഡോ എൻ ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്ത് നോക്കാം. അതായത് ഈ x² + y² വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആൻസർ എന്ന് പറയുന്നത് 2x ആയിരിക്കും. ഇവിടെ നോക്കുക, ഡോ എം ബൈ ഡോ എക്സ് എന്ന് പറയുന്നതും 2x ആണ് കിട്ടിയിട്ടുള്ളത്. ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നതും ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നതും 2x ആണ് കിട്ടിയിട്ടുള്ളത്. ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നതും 2x ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണ്. ദെർഫോർ ദ ഇക്വേഷൻ ഈസ് എക്സാക്റ്റ്. അങ്ങനെ അത്തരത്തിലെ എക്സാക്റ്റ് ഇക്വേഷൻ ആണോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ എക്സാക്റ്റ് ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നാം പറഞ്ഞിരുന്നത്? ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എമ്മിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും ഫസ്റ്റ്. പിന്നെ പ്ലസ് ഇൻ്റഗ്രേറ്റ് എൻ ഡി വൈ. ഇവിടെ നമ്മൾ ടേംസ് വിച്ച് ഡു നോട്ട് കണ്ടെയ്നിങ് എക്സ്, അത്തരത്തിലുള്ള ടേംസിനെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽ എം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2xy ആണ് ഇൻറ്റു ഡി വൈ പ്ലസ്, ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ എൻ ആയിട്ട് നമ്മൾ വൈൻ്റെ എക്സിൻ്റെ ടേംസ് ഇല്ലാത്ത വൈനെ മാത്രമേ എടുക്കുള്ളൂ. ദാറ്റ് ഈസ് y² എന്ന് മാത്രമേ ഇവിടെ വരുള്ളൂ. ഡി വൈ x²ന് ഒന്നുമില്ല, x² എടുത്താൽ ഡി വൈയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക y(x²) എന്നാണ് കിട്ടുക. അതായത് 2 ഉണ്ടാവും, ആ 2ഉം ഡിവൈഡഡ് ബൈ 2ഉം ക്യാൻസലായി പോവും. സോ y(x²/2) എന്നാണ്, x² എന്നാണ് കിട്ടുക. വിച്ച് പ്ലസ് y²നെ വിത്ത് റെസ്പെക്ട് ടു ഡി വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y³/3 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു c. സോ നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് x² പ്ലസ് y³ ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു c ആണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ സിമ്പിളാണല്ലോ, സിമ്പിളായിട്ട് നമുക്ക് കഴിയുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള, അതായത് സം ഫംഗ്ഷൻ ഇൻറ്റു ഡി വൈ സം പ്ലസ് സം ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലാണ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ആ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് പറയുക. ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനും പറ്റുള്ളൂ. ഇനി അഥവാ നമ്മൾ ഈ ഡോ എം ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ അല്ലെങ്കിൽ ആ ഇക്വേഷൻ എന്താവും? നോട്ട് എക്സാക്റ്റ് ആവും. അതായത് ഡോ എം ബൈ ഡോ വൈയും ഈസ് നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണെങ്കിലാണ് നമ്മൾ ആ ഫംഗ്ഷൻ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോട്ട് എക്സാക്റ്റ് ആണെന്ന് പറയും. അത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അത് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞോളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ലീനിയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? പുട്ട് v ഈസ് ഈക്വൽ ടു y⁻1 - n. എത്രയാണോ n വരുന്നത് അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും dy/dx കൊടുത്തിട്ട് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലാം ചെക്ക് ചെയ്ത് നോക്കും? ഡോ എമ്മും ഡോ വൈയും ചെക്ക് ചെയ്ത് നോക്കും, ഡോ എന്നും ഡോ എക്സും ചെക്ക് ചെയ്ത് നോക്കും. അത് രണ്ടും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടും ഈക്വൽ ആവില്ല. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? 0 ആയിരിക്കും ആൻസർ കിട്ടുക. പക്ഷേ ഇവിടെ ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഡോ എം ബൈ ഡോ വൈ എന്നുള്ളതിൽ നിന്ന് ഡോ
എൻ ബൈ ഡോ എക്സ് മൈനസ് ചെയ്യുക ഡിവൈഡഡ് ബൈ രണ്ടാമത് നമ്മൾ ഏതാണോ എഴുതിയത് അത് വെച്ച് ഡിവൈഡ് ചെയ്യാം എൻ. ഇവിടെ നമ്മൾ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഫൈൻഡ് ചെയ്യുമല്ലോ, അത് നമ്മൾ ഈ ഇതിൽ കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും മൈനസ് ചെയ്തിട്ട് എൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് കിട്ടുമല്ലോ, ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് അലോൺ. ഇത് നമുക്ക് കിട്ടുന്നത് എക്സിൻ്റെ ഫങ്ഷൻസ് മാത്രമാണെങ്കിൽ, എക്സ് മാത്രമുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ, എക്സ് ആണെങ്കിൽ എന്നല്ല, എക്സ് മാത്രമുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ. ഇപ്പോൾ വൈ ടേംസ് ഒന്നും അതിലില്ല എങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് നമുക്ക് കിട്ടിയ ആ സംഭവം ഇവിടെ കൊടുക്കുക, ഡി എക്സ് എന്ന് കൊടുക്കാം. കാരണം എക്സിൻ്റെ ടേംസ് മാത്രമാണെങ്കിൽ. ഓക്കെ ആണോ സംഭവം? ഇനി അല്ല, നമുക്ക് എക്സും വൈയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു കലവിലായിട്ടാണ് കിട്ടിയെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് ചെയ്ത് നോക്കുക. തിരിച്ചെന്ന് പറഞ്ഞാൽ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ചെയ്യുക ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഫങ്ഷൻ ഏതാണ്, എം എന്ന് വരും. ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് വൈൻ്റെ ടേംസ് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് കിട്ടുന്നത് എങ്കിൽ, വൈൻ്റെ ടേംസ് മാത്രമല്ല, അതായത് ഫങ്ഷൻ ഓഫ് വൈ എലോൺ ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ ആ ടേം നമുക്ക് കിട്ടിയ സംഭവം ഡി വൈ ചെയ്താൽ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടും. അങ്ങനെയുള്ള ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ഇൻറ്റു ചെയ്താൽ നമുക്കത് എക്സാക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എക്സാക്റ്റ് അല്ലാത്ത ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെ എക്സാക്റ്റ് ആക്കി മാറ്റും? നമ്മൾ അതിൽ ഈ ഡോ എം ബൈ ഡോ വൈയിൽ നിന്നും ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ചെയ്തിട്ട് എൻ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ് അലോൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ നിന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇ റേസ് ടു ഇൻ്റഗ്രൽ ആ സംഭവം. ഓക്കെ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നേരെ തിരിച്ച് മൈനസ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് വൈ എലോൺ എന്നുള്ള ഒരു ഫംഗ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആ കിട്ടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിന് നമ്മളെ ക്വസ്റ്റ്യനെ, നമ്മളെ ഇക്വേഷനെ, ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻറ്റു ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ലാതിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് എക്സാക്റ്റ് ആക്കി മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിക്ക് സോൾവ് ചെയ്യാൻ കഴിയും. എനിക്കറിയാം ഡെഫിനിഷൻസ് പറഞ്ഞു വരുമ്പോൾ ഒരു വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, പതിവ് പോലെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നോക്കാം, സോൾവ് 2x² പ്ലസ് വൈ ഡി എക്സ് പ്ലസ് x² വൈ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു 0. ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ തന്നാൽ, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ എമ്മും എന്നും ഫൈൻഡ് ചെയ്യുക, നെക്സ്റ്റ് എക്സാക്റ്റ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കഴിഞ്ഞ സംഭവം പറഞ്ഞ അതേപോലെ ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ്, ഡി എക്സിൻ്റെ ഒപ്പമുള്ള ആൾ, അതായത് 2x² പ്ലസ് വൈ എന്നുള്ളതാണ്. അതേപോലെ തന്നെ എൻ എന്ന് പറയുന്നത് ആരാണ്, ഡി വൈൻ്റെ ഒപ്പമുള്ള ആൾ ഡി വൈ ബൈ x² വൈ മൈനസ് എക്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഡോ എം ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്ത് നോക്കാം. ഇതിന് വിത്ത് റെസ്പെക്റ്റ് ടു എന്ത് ചെയ്യുക, വൈയിൽ ഫൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x എന്നുള്ള കോൺസ്റ്റൻ്റ് ആവും, 0 ആവും. 0 പ്ലസ് വൈൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ഡോ എൻ ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്ത് നോക്കാം. ഡോ എക്സ് ചെയ്യുമ്പോൾ ഇവിടെ x² വൈ എന്നുള്ളാവുമ്പോൾ 2x എന്ന് കിട്ടും, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വൈ, അപ്പോൾ 2xy എന്ന് കിട്ടും. പിന്നെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1 എന്നും കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻ കിട്ടിയാൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. ഇതിൽ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആണോ നോക്കുക. ഇവിടെ ഈക്വൽ അല്ല, കാരണം ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു 1 ആണ് കിട്ടിയിട്ടുള്ളത്. ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2x - 1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആയാലേ ഇക്വേഷൻ എന്താവുള്ളൂ, എക്സാക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇത് നോട്ട് എക്സാക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി എക്സാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അത് നമ്മളെ ഈ ഇക്വേഷനായിട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ,
ഇത് ചെയ്യുമ്പോൾ ഇവിടെ n അല്ലേ, അപ്പം ഈ താഴെയുള്ള എക്സിൻ്റെ അത് ആലോചിച്ചാൽ മതി. എക്സ് അലോൺ ആയിരിക്കണം നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡോ എം ബൈ ഡോ വൈ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് പിന്നെ ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് മൈനസ് വരുമ്പോൾ +1 എന്ന് വരും. 2xy ഉണ്ട് ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എന്താണ്, x² y മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇതിനെങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ ഈ 1 + 1 എന്ന് പറയുന്നത് 2 എന്നാവും. അപ്പോൾ നമുക്കിവിടെ എഴുതാം 2 മൈനസ് 2xy എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് എക്സ് കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കൊരു എക്സിനെ പുറത്തേക്ക് എടുക്കാം. സോ xy മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ 2 കോമൺ ആണ്, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ 1 മൈനസ് ഇവിടെ നമുക്ക് എക്സിന് പകരം മൈനസ് എക്സിന് എടുക്കാം. അപ്പോൾ അത് നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ നിൽക്കട്ടെ. 1 മൈനസ് xy എന്ന് വരും. 2നെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇനി ഇവിടെ എക്സ് ഉണ്ട്, ഇതിൽ നിന്ന് നമുക്കൊരു മൈനസിനെ, ഈ ബ്രാക്കറ്റിൽ നിന്ന് ഒരു മൈനസിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നേരെ തിരിയും. 1 മൈനസ് xy എന്നാവും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിവിടെ 1 മൈനസ് xyയും 1 മൈനസ് xyയും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് -2/x എന്ന് കിട്ടും. ഇതിൽ നമ്മുടെ y ടേംസ് ഉണ്ടോ? ഇല്ലല്ലോ. അതായത് എ ഫംഗ്ഷൻ എക്സ് അലോൺ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണോ? എന്താ നമ്മൾ ചെയ്തത്? ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇത് ഫംഗ്ഷൻ എലോൺ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നേരെ തിരിച്ച് മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എം ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വൈ എലോൺ ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ എക്സ് എലോൺ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻ്റഗ്രൽ കിട്ടിയ ആ ഫംഗ്ഷൻ അവിടെ കൊടുക്കുക. -2/x dx എന്ന് ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇൻ്റഗ്രൽ -2 log x എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? log x raised to -2 എന്ന് കൊടുക്കാം. ദെൻ ലോഗും എക്സ്പോണൻഷ്യലും കട്ടായി പോയാൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് x raised to -2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/x² എന്ന് കിട്ടും. നമ്മളെങ്ങനെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചത്? നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള എക്സ് അലോൺ ആയിട്ടുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ത്രൂ ഔട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവും എന്നാണ് പറഞ്ഞത്. നോക്കുകയല്ലേ? അപ്പോൾ നമ്മൾ 1/x² വെച്ചിട്ട് ഈ ത്രൂ ഔട്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 2x² y/x², 1/x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് 1/x² എന്ന് പറഞ്ഞാൽ dx പ്ലസ് ഇവിടെ വരുമ്പോൾ x² y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ x² ഇൻറ്റു dy ഈക്വൽ ടു 0. അതായത് 0 ഇൻറ്റു 1/x² എന്ന് പറഞ്ഞാൽ 0 തന്നെയാണല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എം എന്ന് പറയുന്നത് ഇതാണ്, അതായത് 2x² + y ഡിവൈഡഡ് ബൈ x² ആണ്. അതേപോലെ n എന്ന് പറയുന്നത് x² y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ x² ആണ്. ഓക്കെ ആണോ? ഇനി നമ്മൾ ഇത് എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എക്സാക്റ്റ് ആയിരിക്കും. ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1/x² ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ഡോ എൻ ബൈ ഡോ എക്സും 1/x² ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോയിൽ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡോ എം ബൈ ഡോ വൈയും അതേപോലെ ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആയിട്ട് കിട്ടി, എക്സാക്റ്റ് ആയി. സോ എക്സാക്റ്റ് ആയാൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. എങ്ങനെയായിരുന്നു? ഇൻ്റഗ്രേറ്റ് എം ഡി എക്സ്, ഇവിടെ നമ്മൾ y എന്നുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് ഇൻ്റഗ്രേറ്റ് എൻ ടി വൈ, ഇവിടെ നമ്മൾ എന്തെടുക്കുള്ളൂ? എക്സെപ്റ്റ് എക്സ് ആയിട്ടുള്ള y ടേംസിന് മാത്രമേ
ഈക്വൽ ടു സി എന്നുള്ള ഈ ഇക്വേഷനിൽ എമ്മിനെയും എന്നിനെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക. 2x മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു സി എന്നാണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇത് കിട്ടണമെന്ന് നോക്കുക. കിട്ടിയവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, കിട്ടാത്തവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നോട്ട് എക്സാക്റ്റ് ആയി വന്നാൽ എക്സാക്റ്റ് ആക്കുക, എന്നിട്ട് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 5 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ള 4 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് പറയാൻ പോകുന്നത്, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ അതേ ടൈപ്പ് എം ഓഫ് എക്സ് കോമ വൈ ഡി എമ്മിൻ്റെ പാരാണ്ടാവുക ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് കോമ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു 0 ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ മറ്റിൽ നിന്ന് എന്താ ഡിഫറെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ എം ഓഫ്, അതായത് ഡി എക്സിൻ്റെ ഒപ്പമുള്ള ആളെയാണ് നമ്മൾ എം ആയിട്ട് എടുക്കുക. അതിൽ എം എന്ന് പറയുന്നത് എം ഓഫ് എക്സ് കോമ വൈ, അതായത് ഡി എക്സിൻ്റെ ടേം മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ. അതിൽ നമ്മൾ ഒരു സംഭവം നോക്കുക, നമ്മൾ എം ഓഫ് ടി എക്സ് ടി വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എക്സ് ഉള്ളിടത്ത് ടി എക്സ് എന്നും എക്സ് വൈൻ്റെ ടേംസിൻ്റെ അവിടെയൊക്കെ ടി വൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടി റേസ് ടു എൻ എം ഓഫ് എക്സ് വൈ എന്ന് കിട്ടുകയാണെങ്കിൽ എന്ന് നമുക്ക് ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി എൻ എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്നിൻ്റെ ടേംസും ഇതേപോലെ തന്നെ എൻ ഓഫ് ടി ഓഫ് എക്സ് കോമ ടി വൈ, അതായത് എക്സ് ഉള്ളിടത്തൊക്കെ ഒരു ടി എക്സും വൈ ഉള്ളിടത്തൊക്കെ ഒരു ടി വൈയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ടി റേസ് ടു എൻ, ടീൻ്റെ ഏതെങ്കിലും ഒരു പവർ ഇൻറ്റു എൻ റേസ് ടു എൻ ഓഫ് എക്സ് വൈ എന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനെ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് എൻ ഡിഗ്രി എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടും ഈക്വൽ ആയിട്ട്, അതായത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി എൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എം എടുക്കുക, എമ്മിൽ ടി എക്സ് ടി വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ഇത് കിട്ടണം. അതേപോലെ എന്നിലും നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതേ ആൻസർ എന്നല്ല, ഈ ടി എൻ എന്നുള്ളത് കോമൺ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. അവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ ടീൻ്റെ പവർ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിലുള്ള ഇക്വേഷനാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഈ ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. സോൾവ് ചെയ്യുക വളരെ സിമ്പിളാണ്. പുട്ട് വൈ ഈസ് ഈക്വൽ ടു വി എക്സ്, വൈകൾക്കൊക്കെ പകരം വി എക്സ് എന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യുക. അതായത് ഡി വൈ ഇവിടെ ഉണ്ട്, ഡി എക്സ് ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി വൈ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ വൈക്ക് വി എക്സ് എന്ന് പുട്ട് ചെയ്യുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് എന്ത് പുട്ട് ചെയ്യും, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, അതാണ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സിന് പുട്ട് ചെയ്യുക. ഓക്കെ ആണോ? ഫ്രം ദിസ് ഇക്വേഷൻ വി ഗെറ്റ് എന്ത് കിട്ടും, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് ഇസ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്, നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. വൈക്ക് നമ്മൾ വി എക്സ് ഒന്നും പുട്ട് ചെയ്യുക, അതേപോലെ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്നും പുട്ട് ചെയ്യുക. ഓക്കെ ആണോ? ദെൻ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡി വി ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ ഇൻറ്റഗ്രേറ്റ് വിത്ത്
ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം ആ ഡി വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി എന്ന് കിട്ടും. അപ്പം നമുക്ക് വി എന്നുള്ള സംഭവം കിട്ടിയാൽ നമ്മളെന്താ വൈക്ക് വി എക്സ് എന്നാണ് പുട്ട് ചെയ്തിരുന്നത്. ആ വിക്ക് പകരം നമ്മൾ വൈ ബൈ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുള്ള പോലെ ഉണ്ടെങ്കിലും ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ നോക്കുക. സോൾവ് എക്സ് പ്ലസ് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ എക്സാക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ എക്സാക്റ്റും അല്ല നോട്ട് എക്സാക്റ്റും അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാം. ഇനി ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യും? എം ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? എക്സിൻ്റെയും വൈൻ്റെയും ടേംസുകളുണ്ട്. അത് നമ്മൾ ആരാണ് ഇവിടെ എന്ന് പറയുന്നത്? ഡി എക്സിൻ്റെ ഒപ്പമുള്ള ആൾ, അതായത് എക്സ് പ്ലസ് വൈ ആണ് ഇവിടെ എം ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എം ഓഫ് ടി എക്സ് ടി വൈ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടി എക്സ് പ്ലസ് ടി വൈ എന്ന് കിട്ടും. അതായത് വൈ ഉള്ളിടത്തൊക്കെ ടി വൈ ആവും, എക്സ് ഉള്ളിടത്തൊക്കെ ടി വൈ ആവും. ഇനി ഇതിൽ ടീനെ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ടി ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ടി ഇൻറ്റു എം ഓഫ് ഈ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എം ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇസ് ദ ഫങ്ഷൻ ഓഫ് ഡിഗ്രി, ഹോമോജീനിയസ് ഫങ്ഷൻ ഓഫ് ഡിഗ്രി 1 ആണെന്ന് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തത് എൻ ഓഫ് എക്സ് വൈ എന്താണെന്ന് നോക്കാം. എൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? അതായത് ഡി വൈൻ്റെ ഒപ്പമുള്ള ആൾ അതാരാണ്? എക്സ് ആണോ? അല്ല, മൈനസ് എക്സ് ആണേ. അത് ശ്രദ്ധിക്കണേ, മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ടി എക്സ് ടി വൈ ചെയ്ത് നോക്കാം. ഇവിടെ വൈൻ്റെ ടേംസ് ഇല്ല, അതുകൊണ്ട് അത് ചെയ്യണ്ട. എക്സിൻ്റെ ഒപ്പമുള്ള ആൾ ടി എന്ന് കൊടുക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്ന് പറയുന്നത് മൈനസ് എക്സ് എന്ന് പറയുന്നത് ടി ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറയുന്നത് എൻ ഓഫ് എക്സ് കോമ വൈ ആണ്. സോ നമുക്ക് രണ്ട് ഭാഗത്തും ടീന് കിട്ടിയിട്ടുണ്ട്. ടീൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 ആണ്. അപ്പോൾ രണ്ടും നമുക്ക് ടി എന്ന്, അതായത് ടീൻ്റെ പവർ 1 ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളിത് കഴിഞ്ഞു. രണ്ടും എന്താണ്? പവർ 1 ആയിട്ട് കിട്ടി. സോ ഹോമോജീനിയസ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി ഇത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യുക. ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഈ മൈനസ് എക്സ് ഡി വൈനെ നമുക്ക് അങ്ങോട്ട് ഈക്വലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ബാക്കി കിട്ടുക എക്സ് പ്ലസ് ഡി വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡി വൈ എന്നാക്കി എഴുതാം. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കിട്ടേണ്ടത്. സോ നമുക്ക് ഡി എക്സിന് ഇങ്ങോട്ടും കൊണ്ടുപോവാം, എക്സിന് ഇങ്ങോട്ടും കൊണ്ടുപോവാം. അപ്പോൾ നമുക്ക് കിട്ടുക ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടും. അതായത് 1 പ്ലസ് വൈ ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണല്ലോ ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിൽ അതിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വൈക്ക് വി എക്സ് എന്ന് പുട്ട് ചെയ്യുക. പുട്ട് വൈ ഇസ് ഈക്വൽ ടു വി എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് എന്താ കിട്ടുക? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ യൂസ് ചെയ്യണം, വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്നാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുക. ഏത്? വി എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെ? ഈ ഇക്വേഷനിൽ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളവിടെ ഇതും അതേപോലെ വൈ എന്നുള്ള ടേമിൻ്റെ അവിടെ വി എക്സും എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സിന് പകരം വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി എക്സ് ബൈ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ നിന്നും ഡി വി ഈക്വൽ ടു എന്നുള്ള ഒരു ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം.
ഡി വി ഈക്വൽ ടു എന്നാക്കിയിട്ട് നമ്മളിത് എഴുതണം. അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ ഡി വി മാത്രം ആക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എക്സ് പ്ലസ് വി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും ഇവിടെ. ഓക്കെ ആണല്ലോ. ഇനി വിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് വരുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് പ്ലസ് വി എക്സ് മൈനസ് വി എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് വി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയും. ഒരു സ്റ്റെപ്പ് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ വി എക്സ് മൈനസ് വി എക്സ് എന്നുള്ളത് പോകും. അതേപോലെ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പം എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് ആയിട്ടാണ് കിട്ടുക. ഇനി നമുക്ക് ഡി വി ആണ് കാണേണ്ടത്. ഡി വി ഈക്വൽ ടു എക്സ് ഡി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഡി എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ഡി വി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ഡി എക്സ്, അതായത് 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയും. ഡി വിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ വി എന്നാണ് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇനി വി എന്ന് പറയുന്നതിനെ നമ്മൾ വൈ ഈസ് ഈക്വൽ ടു വി എക്സ് എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. സോ ഇതിൽ വി എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആണ്. അത് നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അവിടെ. അപ്പോൾ നമുക്ക് വിക്ക് പകരം വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇതാണ് നമ്മളെ ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 5 ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വേരിയബിൾ സെപ്പറബിൾ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ബെർണോളി ഇക്വേഷൻ, എക്സാക്റ്റ് ഇക്വേഷൻ, ഹോമോജീനിയസ് ഇക്വേഷൻ. ഈ 5 ടൈപ്പ് നമുക്കൊരു സോൾവ് ചെയ്യാനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ ഫസ്റ്റ് ഈ 5 ടൈപ്സിൽ ഏതാണ് നിങ്ങൾ തിരിച്ചറിയണം. ആൻഡ് നെക്സ്റ്റ് അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അതേപോലെ സോൾവ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ മൊഡ്യൂള് മുഴുവനും ഒരു വീഡിയോയിൽ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിൽ അത്യാവശ്യത്തിലധികം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള ഓർത്തോഗണൽ ട്രജക്ടറീസും അതേപോലെ സ്പെഷ്യൽ ട്രാൻസ്ഫോർമേഷനും ഓർഡർ റെഡ്യൂസ് എന്നുള്ള ഈ 3 ടോപ്പിക്സും അതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഫോണിനുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോ ഡിലേ ആയത്. ഇപ്പോഴും ഫോണ് സത്യം പറഞ്ഞാൽ ശരിയായിട്ടില്ല. ഫോണ് ചാർജ് ചെയ്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഫോൺ ഞാൻ ചാർജ് ചെയ്തുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡിൽ എഴുതുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ഡിലേ ആയത്. ഈ വീഡിയോ തന്നെ 2-3 പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഫോൺ ഓഫ് ആവുകയാണ്. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉടനെ ഫോൺ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ ഓർത്തോഗണൽ ട്രജക്ടറീസ് അതേപോലെ സ്പെഷ്യൽ ട്രാൻസ്ഫോർമേഷന് ഓർഡർ റെഡ്യൂസ് എന്നുള്ള ഈ 3 ടോപ്പിക്സും നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല, ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മളവിടെ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതുവരെ വാച്ച് ചെയ്തതിന് താങ്ക് യു ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു.